മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര വെള്ളറടിയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതി ചാടിപ്പോയി. വെള്ളറട സ്വദേശി അച്ചു എന്ന ബിനോയാണ് രക്ഷപ്പെട്ടത്. ഇയാൾ കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 5-ന് രാത്രി വെള്ളറട സ്വദേശിയായ സുദേവൻ എന്ന ആളെ മർദ്ദിച്ച കേസിലെ പ്രതിയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺ മോഹൻ ആണ് ചേരുന്നത്. അരുൺ, എങ്ങനെയാണ് ഈ പ്രതിക്ക് ചാടിപ്പോകാൻ സാഹചര്യമുണ്ടായത്? അഭിലാഷ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ രാത്രിയായിരുന്നു ഈ ഒരു പ്രതി ചാടിപ്പോയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 5-ാം തീയതി വെള്ളറട സ്വദേശിയായ സുദേവൻ എന്ന് പറയുന്ന ആളിനെ ഈ പ്രതിയെ 3-അംഗ സംഘം ചേർന്ന് മർദ്ദിച്ചിരുന്നു. തുടർന്ന് ഈ ഒളിവിൽ പോയ പ്രതിയെ ഇയാളുടെ കൈക്ക് പരിക്കേറ്റു എന്ന കാരണത്താൽ കാരക്കോണത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി ഇയാൾ ഒളിവിൽ പോയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചതായി പറയുന്നു. ഒപ്പം മറ്റൊരു പ്രതിയായ വിഷ്ണുവിനെയും പോലീസ് തിരയുന്നുണ്ട്. എന്തായാലും ഊർജിതമായ അന്വേഷണം ആരംഭിച്ചതായതാണ് വെള്ളറട പോലീസ് ഇപ്പോൾ പറയുന്നത്. അഭിലാഷ്, അതായത് കൃത്യമായ സുരക്ഷയോ അല്ലെങ്കിൽ കാവലോ ഒന്നും ഏർപ്പെടുത്തിയിരുന്നില്ല ആശുപത്രിയിൽ എന്ന് വേണമല്ലേ മനസ്സിലാക്കാൻ? തീർച്ചയായും ഇപ്പോൾ മലയോര മേഖല കേന്ദ്രീകരിച്ചത് ഒരാഴ്ചക്കുള്ളിൽ 2ാമത്തെ പ്രതിയാണ് ചാടിപ്പോകുന്നത് എന്നുള്ളൊരു ഗൗരവമായ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാനുണ്ട്. കാരണം ഈ പറയുന്ന പാറശാല സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇതുപോലെ മറ്റൊരു ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് മിഥുൻ എന്ന ഒരു യുവാവ് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ചാടിപ്പോയത്. ഇയാളെ കഴിഞ്ഞ ദിവസം നാട്ടുകാരുടെ സഹായത്തോടു കൂടിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അരുൺ, ഇത്തരത്തിലൊരു സംഭവം നേരത്തെ ഉണ്ടായി എങ്കിൽ കൂടുതൽ ജാഗ്രത പോലീസ് പുലർത്തേണ്ട സമയം കൂടിയായിരുന്നു. തീർച്ചയായും എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം പോലീസിന്റെ അനാസ്ഥ തന്നെയാണ് ഈ പ്രതികൾ ചാടിപ്പോകുന്നതിന് വഴിയൊരുക്കുന്നതെന്ന് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. ഈ പറഞ്ഞ മിഥുനെ പോലീസല്ല നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് പിടികൂടിയതെങ്കിൽ ഇയാൾക്ക് വേണ്ടി ഇപ്പോഴും പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. കാരണം വളരെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്ന പോലീസിന്റെ കയ്യിലുണ്ടായിരുന്ന മറ്റൊരു പ്രതിയാണ് ആശുപത്രിയിൽ നിന്ന് ചാടിപ്പോയതെന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് അരുൺ മോഹൻ നൽകിയത്.